ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ കശ്മീരി ചില്ലിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ഇഞ്ചിയും ചെറുതായി മുറിച്ച വെളുത്തുള്ളിയും എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 250 ഗ്രാം ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണല്ലോ ചെമ്മീൻ. ഇതൊന്ന് ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരുന്നത് വറ്റിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കൂടുതൽ മസാലയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളയിലൊന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാതെ ഇത് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല കട്ടിയുള്ള 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് ചെറുതായി ഒന്ന് വറ്റി വരണം. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നവരെ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു ചെമ്മീനിൻ്റെ റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.